ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിലിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആഫ്റ്റർ വാഷ് റിവ്യൂ വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരു ഓൾമോസ്റ്റ് 1.5 വർഷമായി ആഫ്റ്റർ വാഷ് റിവ്യൂ ചെയ്തിട്ട്. റിക്വസ്റ്റുകൾ വരാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വിട്ടുപോകുന്നതാണ്. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ മറന്നു പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുർത്തകളുടെയും ഡ്രസ്സുകളുടെയും ഒക്കെ ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അപ്പം ഇത് ഈ കൊല്ലം തുടക്കത്തിൽ വാങ്ങിച്ചതുണ്ട്, കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച ഡ്രസ്സുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഫ്റ്റർ വാഷ് റിവ്യൂ മാത്രം പറഞ്ഞു പോവാണ്, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക്സൊക്കെ ഡിസ്ക്രിപ്ഷനിലിടാം. നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ഡെയിലി വെയർ കുർത്തയാണ്. ഇതാണ് കുർത്ത. ഇത് ജനസ്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോട്ടൺ കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏതായാലും ഇട്ട് കാണിക്കുന്നില്ല, കാരണം ഞാനിത് ഓൾറെഡി വീഡിയോയിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എടുത്ത സൈസ് ലാർജ് ആണ്. അപ്പോൾ ഞാനിത് 2-3 തവണ വാഷ് ചെയ്തു. ഞാൻ വാഷ് ചെയ്തത് മെഷീനിലാണ്, വാഷിംഗ് മെഷീനിലാണ്. ഫസ്റ്റ് തന്നെ ഹാൻഡ് വാഷ് കൊടുക്കാണ്ട് തന്നെ ഡയറക്റ്റ് മെഷീനിലിട്ടിട്ടാണ് വാഷ് ചെയ്തത്. അപ്പോൾ ഇതിന് കളറൊന്നും ബ്ലീഡ് ചെയ്തിട്ടില്ല, കളറൊന്നും പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കളറ് ഫെയ്ഡായിട്ടുമില്ല. പിന്നെ എന്താണ്, ഇതിൽ സാധാരണ നമ്മൾ മെഷീനിലിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു റിങ്കിൾസ് വരും, കുറച്ച് ചുളിവുകളൊക്കെ വരും. അത് നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ അങ്ങനത്തെ ചില്ലറ കുറച്ച് ചുളിവുകളേ ഉള്ളൂ. ഞാനിത് ഏതായാലും അയൺ ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് കാണാമല്ലോ. പിന്നെ ഇതിൻ്റെ സൈസ് ചെറുതായിട്ടുമില്ല, സൈസ് ചുരുങ്ങിയിട്ടുമില്ല. പെർഫെക്റ്റാണ്. ആഫ്റ്റർ വാഷിന് ശേഷം നമ്മൾ വാങ്ങുമ്പോൾ എങ്ങനെയാണ് ഉള്ളത് അതുപോലെ തന്നെ പെർഫെക്റ്റാണ്. കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ജനസ്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അധിക കുർത്തകളും ഡ്രസ്സുകളിലൊക്കെ അവരുടെ ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് അത്യാവശ്യം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അടുത്തതും ഒരു ഡെയിലി വെയർ കുർത്തയാണ്. ഇതാണ് കുർത്ത. ഇതും ജനസ്യ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇത് ആക്സിഡൻ്റലി വന്നു പെട്ടതാണ്. ഇന്നത്തെ വീഡിയോയിൽ ജനസ്യ മാത്രമല്ല കേട്ടോ, പല പല ബ്രാൻഡുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ആണ്, നല്ലൊരു കോട്ടൺ ആണ്. പിന്നെ ഇത് ട്രാൻസ്പാരൻസി നോക്കുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ സീത്രൂ അല്ല, ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, നമ്മൾ എക്സ്റേ പോലെ കാണുന്ന അങ്ങനത്തെ ടൈപ്പല്ല, കുറച്ചൊരു നേരിയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം. പിന്നെ ഇത് ഞാനൊരു സൈസ് അപ്പായിട്ട് എടുത്തത്, XL ആണ് എടുത്തത്. കാരണം ലാർജിൽ നോക്കുമ്പോൾ വേസ്റ്റ് സൈസ് ഒന്ന് കുറവായിട്ടാണ് ഉള്ളത്. സാധാരണ ലാർജിൽ വരുന്ന വേസ്റ്റ് സൈസ് XL ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ XL എടുത്തത്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുക, റെഗുലർ ഫിറ്റിൽ കുറച്ച് ലൂസായിട്ട് കിടന്നൊരു കുർത്തിയാണ്. അപ്പോൾ ആഫ്റ്റർ വാഷിന് ശേഷം ഇതിൻ്റെ കളറൊന്നും ബ്ലീഡ് ആയിട്ടില്ല. പിന്നെ ഞാൻ മെഷീനിലിടുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അഥവാ ബ്ലീഡ് ആയിട്ടുണ്ടെങ്കിൽ വൈറ്റ് അല്ല കോമ്പിനേഷനിലല്ല, മൊത്തത്തിൽ കൊള്ളാം. പക്ഷേ ബ്ലീഡ് ആയിട്ടില്ല. പിന്നെ എന്താണ്, ഒരുപാട് അങ്ങനെ റിങ്കിൾസും കാര്യങ്ങളൊന്നുമില്ല. മെഷീനിൽ ഇട്ടതിൻ്റെ ഒരു റിങ്കിൾസ് മാത്രമേ ഉള്ളൂ. സൈസും റെഡ്യൂസ് ആയിട്ടില്ല, പെർഫെക്റ്റാണ്. അങ്ങനെ തന്നെയുണ്ട്. പിന്നെ ഇതെനിക്ക് 399 രൂപക്കാണ് കിട്ടിയത്. ആ ഒരു പ്രൈസിൽ നോക്കുമ്പോൾ ഇത് ഒരുപാട് വേർത്താണ്. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ സൈസ് ചാർട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക. പ്രത്യേകിച്ച് ആ ഒരു വേസ്റ്റ് സൈസും ഹിപ്പ് സൈസും ഒക്കെ നിങ്ങൾ ഏതിൽ, ലാർജിലാണോ XL-ആണോ മീഡിയത്തിലാണോ വരുന്നത് നോക്കിയിട്ട് വാങ്ങാം. ഏതായാലും വർത്ത് ആയിട്ടുള്ളൊരു കുർത്തിയാണ്, ഡെയിലി യൂസിന് പറ്റിയതാണ്. ഈവൻ ഇവിടെ ഒരു മിറർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. എന്നിട്ട് അതും കൂടെ ചീത്തയായിട്ടില്ല കേട്ടോ, മെഷീനിലിട്ടിട്ട് അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. സംഭവം സൂപ്പറാണ്. അടുത്തതൊരു കുർത്ത സെറ്റാണ്, ഒരു കോട്ട് സെറ്റൊക്കെ പോലെ കിട്ടുന്ന ഇത്. അപ്പോൾ ഇത് ഗോസ്ലിഗി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല, കാരണം ഈ ഒരു ചുളിവുകൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മെറ്റീരിയൽ റയോൺ ആണ്. സോ എന്തായാലും മെഷീനിൽ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചുളിവുകൾ ഉണ്ടാവും. പക്ഷേ ആ ചുളിവുകൾ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോകും കേട്ടോ. ചുളിവുകൾ മാത്രമാണ്, അല്ലാണ്ട് സൈസ് കുറഞ്ഞിട്ടില്ല, സൈസ് ചെറുതായിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ വരുന്നൊരു കോട്ട് സെറ്റാണ്. ഇത് മെഷീനിലിടുമ്പോൾ ഞാൻ നല്ലോണം പേടിച്ചിട്ടാണ് ഇട്ടത്, കാരണം ഇതെങ്ങാനും കളർ പോയപ്പിട്ട് പോയി ഒരു രക്ഷയില്ല. ഈ ഒരു ക്രീമും ബ്ലാക്കും ഒക്കെ പിറങ്ങി ഒരുമാതിരിയാവും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായില്ല, കളർ പോയിട്ടില്ല ഇത്. അതുപോലെ തന്നെ കളറ് ഫെയ്ഡായിട്ടും ഇല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ജെറ്റ് ബ്ലാക്കിൽ വരുന്നതല്ല. ഇതിൻ്റെ ഒരു ബ്ലാക്ക് എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്ലാക്കിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ തന്നെയുണ്ട്. ഏതായാലും റയോൺ ആയതുകൊണ്ട് കുറച്ച് റിങ്കിൾസ് വന്നതേ ഉള്ളൂ, സൈസൊന്നും ചെറുതായിട്ടില്ല. പിന്നെ ഞാൻ എടുത്ത സൈസ് ലാർജാണ്. അപ്പോൾ സൈസ് ആയിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി. പിന്നെ ഇതാണ് കേട്ടോ പാൻറ്റ്. ഇതും കുറച്ചൊരു എന്താ പറയുക, ഒരു കാണുന്ന ഒരു സീത്രൂ ആണ്. വേണമെങ്കിൽ സ്ലിപ്പ് ഇടാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എല്ലാ ഡ്രസ്സും മെഷീനിൽ തന്നെ ഇടുക. വളരെ റെയറായിട്ട് മാത്രം, അത്രക്കും മെഷീൻ ഇടാൻ പറ്റാത്തത് മാത്രമേ ഹാൻഡ് വാഷ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത്തെ എല്ലാ ഡ്രസ്സുകളും കുർത്തകളും എല്ലാം മെഷീൻ വാഷ് ചെയ്തതാണ്. അപ്പോൾ അടുത്തത് റെയർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഡ്രസ്സാണിത്, ഫിറ്റ് ആൻഡ് ഫ്ലെയർ ഡ്രസ്സാണ്.
അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്ററാണ്. അതുകൊണ്ട് ഇതിനെ കൊണ്ട് ഒരുപാട് ഉപയോഗം നമുക്കുണ്ട്. കളറ് പോവില്ല, അയൺ ചെയ്യേണ്ട, ചുളിവുണ്ടാവില്ല, സൈസ് കുറയില്ല. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് മെച്ചം. പക്ഷേ സമ്മറിൽ നമുക്ക് ഇടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റിയതാണ്. പുറത്ത് കാഷ്വലായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഈവൻ ഡേറ്റിങ്ങിന് പോകുമ്പോൾ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റ്, നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണിത്. പിന്നെ ഇത് ഞാൻ സൈസ് എടുത്തത് XL ആണ്. കാരണം ഇതിൻ്റെ സൈസ് ചാർട്ട് നോക്കിയപ്പോൾ എൻ്റെ കറക്റ്റ് ഒന്നിലും കാണുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് XL അങ്ങ് എടുക്കുമായിരുന്നു. കാരണം XL പോലും എൻ്റെ കറക്റ്റ് അളവില്ല. പിന്നെ ഇത് XL വരെയോ മറ്റോ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു ഡ്രസ്സ്. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിൽ ലൈനിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇത് ഫുൾ ലെങ്ത് ഓൾമോസ്റ്റ് ഒരു ഹാഫ് ലെങ്ത്തിൽ വരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പം നമുക്ക് എന്താ പറയുക, പാൻറ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ കൂടെ തന്നെ നല്ല കട്ടിയുള്ള ലൈനിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങുന്നത് ഒരുപാട് ലാഭമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അടുത്തതൊരു A-ലൈൻ ഡ്രസ്സാണ്. ഇത് നല്ലൊരു ബീച്ച് വെയറാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇതും മെറ്റീരിയൽ റയോണാണ്, നല്ല റയോണാണ്. പിന്നെ ഇത് മാക്സിൻ്റെ ആണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച മാക്സിൻ്റെ ഡ്രസ്സാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ അയൺ ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവും ഇതിലുള്ള ഒരു റിങ്കിൾസും കാര്യങ്ങളും, ചിലപ്പോൾ ലൈറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ എനിവേ അതൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞാൽ പോവും. ഇതും സൈസ് ചെറുതായിട്ടില്ല, കളർ ബ്ലീഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കളർ ഫെയ്ഡായിട്ടുമില്ല. പിന്നെ ഇത് പറയാനുള്ളത്, മാക്സിൻ്റെ ഞാനിത് ആദ്യം ലാർജാണ് ഓർഡർ ചെയ്തത്, അതിൻ്റെ സൈസ് ചാർട്ട് നോക്കിയിട്ട്. അത് നല്ല ലൂസായിരുന്നു. പിന്നെ ഞാൻ എടുത്തത് ഇത് മീഡിയം, ഇതിൽ S/10 ആണുള്ളത്. ഇത് മീഡിയം ആണോ S ആണോ എന്ന് ഇപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പം ഇതിപ്പോഴും ചെറിയൊരു ലൂസ് ഉണ്ട് കഴുത്തിൻ്റെ അവിടെയൊക്കെ. അതർവൈസ് ബോഡി ഫിറ്റൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പം നിങ്ങൾ മാക്സിൻ്റെ ഡ്രസ്സുകൾ മാക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്നല്ലാണ്ട് മറ്റു പല വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, മാക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ഡ്രസ്സ് എടുക്കുക, എങ്ങനെയാണ് സൈസ് ചാർട്ട്, നിങ്ങളുടെ സൈസ് യൂഷ്വൽ സൈസ് എന്താണോ അതെന്നെ എടുത്താൽ മതി. കാരണം ഇതിൻ്റെ സൈസ് ചാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് അവർ ആ സൈസ് ചാർട്ടിൽ കാണിക്കുന്നത്. അപ്പം യൂഷ്വലി മാക്സിൽ പോയി കഴിഞ്ഞാൽ എടുക്കുന്ന സൈസ് നിങ്ങൾ ആമസോണിൽ നിന്നും എടുക്കുക. അപ്പോൾ ഇത് നല്ല ഡ്രസ്സാണ് കേട്ടോ. എന്താ പറയുക, നല്ല ക്ലോത്താണ്, ഫാബ്രിക് വന്നിട്ട് നല്ല ക്ലോത്താണ്. ഇതിന് പിന്നെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ്. ഇതും മിഡി ഡ്രസ്സാണ്. ഇതും മാക്സിൽ തന്നെയാണ്. അപ്പോൾ ഇതിനും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരു സൈസ് കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇത് മീഡിയം തന്നെ എടുത്തത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ അതിൽ 2 മെറ്റീരിയൽ അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് അവർ പറയുന്നുണ്ട് ഇത് പോളിസ്റ്ററാണ്, പിന്നെ പറയുന്നുണ്ട് അവർ 100% വിസ്കോസാണ്. രണ്ടും അല്ലേ ഇത് രണ്ടിൻ്റെയും ഒരു ബ്ലെൻഡ് ചെയ്തിട്ട് വന്നതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എനിക്കങ്ങനെ കറക്റ്റ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ പറയാൻ അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഏതായാലും 100% പോളിസ്റ്റർ അല്ല, 100% വിസ്കോസ് അല്ല, നല്ല മെറ്റീരിയലാണ്. ഇതും നല്ലൊരു ബീച്ച് വെയർ ആണ്. പിന്നെ നമുക്ക് ഡേറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കാഷ്വലായിട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. ഇതാണ് ഡ്രസ്സ്. ഇതും മെഷീൻ വാഷ് തന്നെയാണ്. പഫ് സ്ലീവ്സിൽ വരുന്നൊരു ഡ്രസ്സാണ്. പിന്നെ കളറൊന്നും പോയിട്ടില്ല. ഏതായാലും ഈ ഒരു മെറ്റീരിയൽ എന്തായാലും കളറ് പോലാന്ന് ഉറപ്പുണ്ട്. പിന്നെ സൈസ് ചെറുതായിട്ടില്ല, പിന്നെ കളറ് ഫെയ്ഡായിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് നേരത്തെ കാണിച്ച റയോണിലൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട്, പ്രത്യേകിച്ച് മെഷീൻ വാഷ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങനെ റിങ്കിൾസ് വരും. അങ്ങനത്തെ റിങ്കിൾസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാണ്ടും ഇതിടാം. അങ്ങനെ ഒരു ലാഭമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതാണ്ട് ഒരു 800-700 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ്. ഇതിപ്പോൾ കുറേ ആയി ഈ ഒരു മോഡൽ കാണുന്നത്, പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു മോഡൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും നല്ല ഡ്രസ്സാണ്. അങ്ങനെ ഒരുപാട് സീ ത്രൂ ആയിട്ടുള്ളതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട്സൊക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ലെങ്ത്തൊക്കെ ഉള്ളതാണ്, നല്ല കംഫർട്ടബിളാണ്. ഇന്ന് കാണിച്ച എല്ലാ ഡ്രസ്സുകളും അതുപോലെ തന്നെ കുർത്തകളൊക്കെ ഡെയിലി ഇടാൻ പോലും നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ കൊടുത്ത പൈസക്ക് ഉണ്ട് വേർത്ത് ആയിട്ടുള്ള തരം പ്രൊഡക്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ഏതായാലും ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാൻ നല്ല വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ എന്തെങ്കിലും എന്താ പറയുക വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.